ഒച്ചെന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും അറപ്പാണ്. വഴുവഴുപ്പുള്ള ഒച്ച് ദേഹത്തോ വസ്ത്രത്തിലോ ആയാൽ തന്നെ നമ്മൾക്ക് ഛർദി വരും. ഭക്ഷണ സാധനത്തിലോ മറ്റോ വീണാൽ പിന്നെ പറയുകയേ വേണ്ട. തീന്മേശയുടെ ഒരു ഭാഗത്തും ഈ കക്ഷി ഇല്ലെന്ന് നമ്മൾ ഉറപ്പാക്കും. എന്നാൽ മസാലപ്പൊടികളും ഉപ്പും മുളകും പുരട്ടി നല്ല ടേസ്റ്റി ഒച്ച് ഫ്രൈ നമ്മുടെ മെനുവിൽ ഇടം പിടിച്ചാലോ? അങ്ങനെയൊരു സാഹസികതയാണ് മുരളി തുമ്മാരുകുടി മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം രൂക്ഷമായതോടെയാണ് ഈ ഒരു സാധ്യത തുമ്മാരുകുടി അവതരിപ്പിക്കുന്നത്. ആഫ്രിക്കയിലും യൂറോപ്പിലും ജപ്പാനിലും ഒച്ചുകളെ ഭക്ഷിക്കുന്നുണ്ടെന്നും ഈ മൂന്നിടങ്ങളിൽ നിന്നും താൻ ഒച്ചിനെ കഴിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആഫ്രിക്കയിൽ വ്യാപകമായി ഒച്ചുകളെ ഭക്ഷിക്കാറുണ്ട്. യൂറോപ്പിൽ ഇത് പ്രധാനമായ ഒരു വിഭവമാണ്. ജപ്പാനിൽ ഏറെ വില കൊടുത്താണ് ഒച്ചിനെ വാങ്ങി ഭക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ ഒച്ചിനെ ഭക്ഷണമാക്കാനുള്ള സാധ്യതയെപ്പറ്റി നമ്മുടെ കൃഷി വകുപ്പ് ഒന്ന് പരിശോധിക്കണമെന്നും മുരളി തുമ്മാരുകുടി നിർദ്ദേശിച്ചു. നാട്ടിലുള്ള ഒച്ചിൽ എന്തെങ്കിലും അനുകൂലമല്ലാത്ത ഘടകങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഏതൊക്കെ മൂലകങ്ങളാണ് ഉള്ളതെന്നും എന്ത് വിഭവങ്ങൾ ഉണ്ടാക്കാമെന്നും കണ്ടെത്തണം. ഇതിനായി കാർഷിക സർവകലാശാല ഒരു ഒച്ച് ഹാക്കത്തോൺ തന്നെ നടത്തണമെന്നും മുരളി തുമ്മാരുകുടി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് പലയിടത്തും ആഫ്രിക്കൻ ഒച്ചിന്റെ ആക്രമണം രൂക്ഷമാവുകയാണ്. ഇവയുടെ ആക്രമണത്തിനിരയാകുന്ന കാർഷിക വിളകൾ വ്യാപകമായി നശിക്കുന്നതായും കർഷകർ പരാതിപ്പെടുന്നുണ്ട്. പച്ചക്കറികൾ, വാഴ, ചേന, പപ്പായ, ഇഞ്ചി, ചേമ്പ് തുടങ്ങിയ സസ്യവർഗ്ഗങ്ങളുടെ ഇലകളും കായകളുമാണ് ഭക്ഷണമാക്കുന്നത്. മണ്ണിനടിയിൽ 1 മീറ്ററോളം ആഴത്തിൽ 3 വർഷത്തോളം പുറത്തു വരാതെ കഴിയാൻ സാധിക്കുന്ന ഇവയുടെ ആയുസ് 10 വർഷമാണ്. ഒരൊച്ചിൽ നിന്ന് 1 വർഷം 900 കുഞ്ഞുങ്ങൾ വരെ പിറവിയെടുക്കും. മുട്ട വിരിഞ്ഞിറങ്ങി 1 വർഷത്തിനുള്ളിൽ പൂർണ്ണ വളർച്ചയും എത്തും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.